ദൈവത്തിന് സ്തുതി. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ജഡ്ജസ്, പങ്കെടുക്കുവാൻ വന്നിട്ടുള്ള എല്ലാ ടീം അംഗങ്ങളെ, ഇന്നത്തെ പ്രത്യേക കാലാവസ്ഥയും ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആണ്. പക്ഷെ നമ്മൾ കൃത്യതയോടെ കയറി എത്രയും വേഗത്തിൽ നമുക്ക് പ്രോഗ്രാമുകളിലേക്ക് കിടക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നേരത്തെ അറിയിച്ചിരുന്നത് പോലെ, പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. 4 മിനിറ്റാണ് നിങ്ങൾക്ക് എല്ലാ ടീം അംഗങ്ങളും സ്റ്റേജിൽ കയറി കഴിഞ്ഞ് 4 മിനിറ്റ് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ ക്രമീകരിച്ച് നിർത്താനുള്ള സമയമുണ്ട്. ആ 4 മിനിറ്റ് സ്റ്റേജിൽ ഒരു മോണിറ്ററിൽ ടൈമർ ഓടും, ജഡ്ജസിനെ കാണാൻ പാകത്തിന് വേറൊരു ടൈമർ ഓടും. കറക്റ്റ് 4 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ 1 മിനിറ്റ് ട്രയൽ ടൈം സ്റ്റാർട്ടാവും. ഈ 1 മിനിറ്റ് ട്രയൽ ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പാടാം. അതിന് പ്രത്യേക ഇന്നതുപോലെ പാടണം എന്ന് പറയുന്നില്ല. നിങ്ങളുടെ സൗണ്ടും നിങ്ങളുടെ പൊസിഷനും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനും ടൈമർ ഉണ്ടാകും. അതിനുശേഷം 8 മിനിറ്റാണ് ഒരു ടീമിന് അനുവദിച്ചിരിക്കുന്ന സമയം. ആ 8 മിനിറ്റിൽ നിങ്ങൾക്ക് 2 പാട്ടുകളാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അത് 2 പാട്ടിൽ ഒരു പാട്ട് എല്ലാ ടീമുകളും പാടേണ്ടുന്ന നമ്മുടെ ക്രിസ്തുമസിൻ്റെ ആരാധന ഗീതം അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വോക്കൽ മാത്രമാണ്. അവിടെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അത് ഏകദേശം 2.5 മിനിറ്റാണ് വരുന്നത്. 2ാമത്തെ പാട്ട് ടീമിൻ്റെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. അങ്ങനെ 2 പാട്ടിനും കൂടി മുഴുവൻ അനുവദിച്ചിരിക്കുന്ന സമയം 8 മിനിറ്റാണ്. ആ കറക്റ്റ് 8 മിനിറ്റ് ടൈമർ നിങ്ങൾ നോക്കുക. 8 മിനിറ്റിൽ അത് ക്രമീകരിക്കുക. ഇവിടെ ടീം എങ്ങനെ വേണമെങ്കിലും ടീമിന് അറേഞ്ച് ചെയ്ത് നിൽക്കാം. ഒരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. ആ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നിൽക്കാം. അതല്ല എങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പാടുകയും ചെയ്യാം. എല്ലാ ടീം അംഗങ്ങളും കയറേണ്ടുന്നത് എൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്റ്റെപ്പിലൂടെ ആയിരിക്കണം. ഇറങ്ങിപ്പോകേണ്ടുന്നത് ലെഫ്റ്റിലുള്ള സ്റ്റെപ്പിലൂടെ ആയിരിക്കണം. 202 എന്ന ചെസ് നമ്പർ ഇവിടെ റെഡിയായി നിൽക്കുന്നു. അവർ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്പർ 204 അവിടെ അടുത്തത് പാടാൻ റെഡിയായി നിൽക്കണം. 4 ടീമുകളുടെ പെർഫോമൻസിന് ശേഷമായിരിക്കും നമ്മുടെ ലഞ്ച് ബ്രേക്ക് 45 മിനിറ്റ്സ് ആയിരിക്കും. കറക്റ്റ് 45 മിനിറ്റ്സ് കഴിയുമ്പോൾ 5ാമത്തെ ടീമിൻ്റെ പെർഫോമൻസ് ഇവിടെ സ്റ്റാർട്ടാകും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നത്, ഇന്നത്തെ മത്സരത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടൻസർ മൈക്കുകളാണ്. ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ സംസാരമുണ്ടായാലും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീമിൻ്റെ പെർഫോമൻസിനെ, സൗണ്ട് ക്വാളിറ്റിയെ അത് ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒരു ടീമിനും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കുട്ടികളെ ഒക്കെ ക്രമീകരിച്ച് നിർത്തണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പെർഫോമൻസ് നടക്കുന്ന സമയത്ത് ആരും വാഷ്റൂമിൽ പോകാനോ പുറത്തേക്ക് പോകാനോ തയ്യാറാവരുത്. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കണം. ഒരു ടീമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞുള്ള ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. പിന്നെ നിങ്ങൾ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അടുത്ത ടീമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ വളരെ കൃത്യതയോടെ നിങ്ങൾ നിർവഹിച്ചുകൊള്ളണം. ഈ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഇത് താൽക്കാലിക ക്രമീകരണമാണ്. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കയറി നിൽക്കണം. ഈ സ്റ്റേജിൻ്റെ പുറകിലേക്ക് കുറച്ച് വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നോക്കിയും ശ്രദ്ധിച്ചുമൊക്കെ കയറണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഫസ്റ്റ് എയ്ഡ് ക്രമീകരണങ്ങൾക്ക് ഒരു ടീം ഇവിടെയുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ ഇവിടെയുണ്ട്. അവരോടോ വോളണ്ടിയേഴ്സിനോടോ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയും ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സമയം വളരെ ദീർഘിച്ച് പോകുകയാണ്. നമ്മുടെ ആദ്യ ടീമിനെ ഇപ്പോൾ കുട്ടികൾ ഇൻവൈറ്റ് ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി. നമുക്ക് 4 ജഡ്ജസാണ് ഉള്ളത്. 3 ജഡ്ജസ് സംഗീതത്തിന് മാത്രമായിരിക്കും അവർ മാർക്കിംഗ് നടത്തുന്നത്. 90% മാർക്കിങ്ങും മ്യൂസിക്കിനായിരിക്കും. ബാക്കി വരുന്ന 10% നമ്മുടെ ഷെറ, ആ 10% പെർഫോമൻസ്, ഇവിടുത്തെ നേറ്റിവിറ്റി പ്ലേ, ടീമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ 10% മാർക്കായിരിക്കും ക്രമീകരിക്കുന്നത്.